10ാം ക്ലാസ്സിൽ ഒറ്റ A+ ഇല്ലാത്ത 6 കുട്ടികൾക്ക് +1 ഫുൾ A+ ഇവിടെ കാണാൻ കഴിയാം. 10ൽ ഫുൾ A+ കിട്ടിയിട്ട് +1 ഒറ്റ A+ ഇല്ലാത്ത നമ്മൾ കാണാൻ പറ്റും. ഇഷ്ടംപോലെ കാണാൻ പറ്റും. തിരിച്ചെങ്ങനെ കാണാൻ കഴിയും? അതെ. അപ്പോൾ അത് നിങ്ങളുടെ സ്ഥാപനത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. പിന്നെ അതിൽ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ, ഒരു കാര്യം ഒറ്റവട്ടം സംഭവിക്കണം ജസ്റ്റ് മിറാക്കിളാന്ന് പറയാം, അത്ഭുതം എന്ന് പറയാം. അതെ, തീർച്ചയായിട്ടും. ഇത് കണ്ടിന്യൂസ് സംഭവിക്കുമ്പോൾ അത്ഭുതമാവോ? എന്തൊരു പാറ്റേൺ അവിടെ റൺ ചെയ്യുന്നുണ്ട്. അതാണ്. അതെന്താണ്? നിങ്ങൾ എന്തായിരിക്കും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് പഠിപ്പിച്ചാൽ മതി. അത് രക്ഷിതാവിനെ പോലെ നമ്മൾ കണ്ടാൽ മതി. രക്ഷിതാവ് ചൂടാവേണ്ടടുത്ത് നമ്മൾ ചൂടാവണം. അതിൽ പേടിച്ച് നിന്നിട്ടൊന്നും കാര്യമില്ല. പുതിയ തലമുറയോട് സംസാരിക്കാൻ നമ്മളെ പോലത്തെ ആളുകൾക്ക് പേടിയാണ്. കാരണം എന്തിനാ പറയണേ, എന്തിനാ വെറുതെ വള്ളിക്കെട്ടിട്ട് തലവെക്കണമെന്നൊക്കെ പോട്ടെ. അതല്ല അതിൻ്റെ ഒരു കാര്യം. കാരണം ആ മക്കൾ റെഡിയായി നാളെ നമ്മൾ ഏത് കുട്ടിയോടാണോ കൂടുതൽ ആർഷായിട്ട് അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വെച്ചാൽ ആ കുട്ടി ഒരു 25 വയസ്സൊക്കെ കഴിഞ്ഞ് ഒരു വലിയൊരാളാകുമ്പോൾ നമ്മൾ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ ആ കുട്ടി വിലയിരുത്തും. ഡെഫിനറ്റ്ലി ആ കുട്ടി നമ്മളെ തേടി വരും. ഓരോ ഓൺട്രപ്രണേഴ്സിനെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് വളരെയധികം എക്സൈറ്റ്മെൻറ്റ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ചിന്തിച്ച ഓരോ ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട് എന്ന് നമ്മൾ സത്യം പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മുടെ പോഡ്കാസ്റ്റിൽ വന്നിരിക്കുന്ന അൻസാറാണ്. അൻസാർ ഹാർവസ്റ്റ് എന്ന റെസിഡൻഷ്യൽ സ്കൂളിൻ്റെ ഒരു ഫൗണ്ടറാണ്. അൻസാർ നടന്നുപോയ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ പോഡ്കാസ്റ്റിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അല്ല അൻസാറേ, താങ്ക് യു സോ മച്ച് നമ്മുടെ പോഡ്കാസ്റ്റിൽ വന്നതിലും അൻസാറിൻ്റെ കഥകളും ഹാർവസ്റ്റ് സ്കൂൾ എന്തൊക്കെയാണ് സൊസൈറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ. എങ്ങനെയാണ് ഹാർവസ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് എത്തണം എങ്ങനെയായിരുന്നു? ആക്ച്വലി ഹാർവസ്റ്റ് നമ്മളൊരു പ്ലാൻഡ് ആയിട്ട് വന്ന സംഭവമൊന്നുമല്ല. കാരണം ഓൾറെഡി ഞാനൊരു സ്കൂളിൽ സ്റ്റാഫായിട്ട് ജോലിക്ക് കയറുന്നു. അവിടുന്ന് യാദൃശികമായി നമുക്കൊരു അവസരം കിട്ടുന്നു. ഈ ബിസിനസ് എന്ന് പറയുമ്പോൾ തന്നെ അവസരങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ മുതലാക്കാൻ. അപ്പോൾ എനിക്ക് ആ സമയത്ത് നല്ലൊരു അവസരം കിട്ടി. ആ അവസരം കിട്ടുന്ന സമയത്ത് ഞാനത് ഉപയോഗപ്പെടുത്തി. ഒരു 3-4 മാസത്തോളം ഒരു സംവിധാനം നടത്താൻ കിട്ടിയപ്പോൾ ഞാൻ അവിടെ യാദൃശികമായിട്ട് നിന്ന് പോയൊരു സംഭവമായിരുന്നു. അതൊരു കണ്ടിന്യൂ ചെയ്ത് ആ വർഷം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് കിട്ടിയതായിരുന്നു. അപ്പോൾ അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും അതിലൊരു കോൺഫിഡൻസ് വന്നു. സ്വാഭാവികമായിട്ട് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊരു തീരുമാനത്തിലേക്ക് അത് എത്താണ്. അല്ല, ഇതിനകത്ത് ഒരു റൺ ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥാപനത്തിന് സ്റ്റോപ്പ് ആയതോടുകൂടി അൻസാറോട് എൻ്റർ ചെയ്യുന്നു, അൻസാർ ടേക്കപ്പ് ചെയ്യുന്നു. അതെ, അതിൽ ഞാൻ ഓൾറെഡി അവിടെ സ്റ്റാഫായ സമയത്ത് നമുക്കത് ചെയ്യാൻ കഴിയുന്നൊന്നും അറിയില്ല. പക്ഷെ ആരുമില്ലാത്തൊരവസ്ഥയിൽ ആരുടെയെങ്കിലും എടുത്തത് ഏൽപ്പിക്കണമല്ലോ. അങ്ങനെ വന്നു പെട്ടതാണ് എൻ്റെ അടുത്ത്. പക്ഷെ ചെയ്തത് കിട്ടിയ സമയത്ത് ഞാൻ ആത്മാർത്ഥമായിട്ട് ചെയ്തു. ഒരു പുതിയ സ്ഥാപനം തുടങ്ങാന്നുള്ള രീതിയിലല്ല, ആ മക്കളോടുള്ള നമ്മളൊരു കമ്മിറ്റ്മെന്റ് കറക്റ്റായിട്ട് ക്ലിയർ ചെയ്ത് കൊടുത്തു. അങ്ങനെ ആയപ്പോൾ ആ വർഷത്തെ പേരൻസും അതുപോലെ മാനേജ്മെന്റ് എല്ലാവരും കൂടി അത് കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനത്തിലേക്ക് എന്താണ് ആക്ച്വലി ഹാർവസ്റ്റ് സ്കൂൾ? ഹാർവസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് റെസിഡൻഷ്യൽ സംവിധാനമാണ് ഹാർവസ്റ്റിൽ പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത്. റെസിഡൻഷ്യൽ ആകുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ ആ കുട്ടികളുടെ A to Z കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ 8ാം ക്ലാസ് മുതൽ +2 വരെയാണ് നമ്മൾ പ്രധാനമായിട്ടും സ്കൂൾ സിസ്റ്റം കൊടുക്കുന്നത്. 8, 9, 10 സ്കൂൾ ക്ലാസ്സുകൾക്ക് ഇപ്പോൾ എൻട്രൻസിന്റെ ഫൗണ്ടേഷൻ ക്ലാസ് അത് CBSE ഉണ്ട്, സ്റ്റേറ്റും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ +1, +2 ഹയർ സെക്കൻഡറി എൻട്രൻസ് കോച്ചും കൂടി കൂടിയിട്ടുള്ള ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾ. പിന്നെ +2 കഴിഞ്ഞതിന് ശേഷം ആർക്കെങ്കിലും ഒക്കെ ഒരു വർഷമൊക്കെ റിപ്പീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസോടെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോന്ന് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നതാണ്. ആദ്യം ഞാൻ തുടങ്ങുന്നത് +1, +2 ആണ്. +1, +2 കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി +1, +2 നിന്നാൽ മാത്രം കിട്ടൂല. കാരണം കേരളത്തിന് പുറത്തൊക്കെ 8ാം ക്ലാസ്സിൽ നിന്നും 5ാം ക്ലാസ്സിൽ നിന്നൊക്കെ തുടങ്ങുന്നുണ്ട്. അങ്ങനെ ഞാൻ ഹൈസ്കൂൾ സെക്ഷൻ മുതൽ സ്റ്റാർട്ട് ചെയ്തു. ഹൈസ്കൂൾ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് +2 കഴിഞ്ഞിട്ട് ഒരുപാട് കുട്ടികൾ പുറത്തോട്ട് റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ബിൽഡ് ചെയ്യുന്ന മക്കൾ പുറത്ത് പോയി റിപ്പീറ്റ് ചെയ്ത് റിസൾട്ട് ആകുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമമാണ്. കാരണം നമ്മളെ സ്ഥാപനത്തിന് അത് അവകാശപ്പെടാൻ പറ്റുന്നില്ല. കാരണം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കുട്ടി റിസൾട്ട് ഉണ്ടാക്കുമ്പോൾ ആ കുട്ടിയുടെ ചെറിയ ക്ലാസ് മുതൽ തന്നെ ആ കുട്ടിയുടെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സ്ഥാപനങ്ങളുടെ എഫേർട്ടാണ്. അപ്പോൾ അത് നമുക്ക് അവകാശപ്പെടാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ റിപ്പീറ്റ് എക്സ്പാച്ച് കൊണ്ട് തുടങ്ങി. എന്നാണ് ആക്ച്വലി ഹാർവസ്റ്റ് എന്ന് പറഞ്ഞ ഒരു റെസിഡൻഷ്യൽ സ്ഥാപനം അൻസാർ തുടങ്ങണമെന്നായിരുന്നു? ഹാർവസ്റ്റ് 2014 സ്റ്റാർട്ട് ചെയ്യുന്നത്. 2014 ഒക്ടോബറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ 2024 വരെ എത്തി നിൽക്കുകയാണ്. എത്ര സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട് ഇപ്പോൾ? ഏകദേശം 400-ലേറെ കുട്ടികൾ റെസിഡൻഷ്യലി അവിടെ പഠിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1500 കുട്ടികൾ ഓൾറെഡി പഠിച്ചിറങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓൾ കേരള എല്ലാ ജില്ലയിൽ നിന്നുള്ള മക്കളും നമുക്ക് ഓൾറെഡി അവിടെ പഠിക്കുന്നുണ്ട്. ഹാർവസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാള അർത്ഥം വിളവെടുപ്പ് എന്നാണ് അല്ലേ? അപ്പൊ അടുത്ത തലമുറയെ വിളവെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനാണ്. അതെ, ലിമിറ്റേഷൻസ് ഉള്ള ആളുകൾ നമുക്ക് ചുറ്റും ഒരുപാടുണ്ടാവും. തീർച്ചയായിട്ടും ലിമിറ്റേഷൻസ് കഴിഞ്ഞിട്ടുള്ള ലോകമൊന്നും നമുക്ക് ഉണ്ടാവില്ല. ഒരുപാട് പരിമിതികളുള്ള കുട്ടികൾ
കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ പരിമിതികൾ എത്രത്തോളം നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റണോ അത് നല്ലൊരു റിസൾട്ടിലേക്ക് എത്തിക്കാൻ സഹായിക്കും. എന്താണ് ആവശ്യം മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്താലും അത് വിജയിക്കും നമ്മുടെ നാട്ടിൽ. ആളുകളുടെ ആവശ്യം മനസ്സിലാക്കി ചെയ്താൽ മതി. ഇപ്പൊ ഒരു രക്ഷിതാവ് എന്നുള്ളവർക്ക് അയാൾ ഏറ്റവും വലിയ ആഗ്രഹം രാവും പോലില്ലാതെ അധ്വാനിക്കണം എന്തിനു വേണ്ടിയിട്ടായിരിക്കും? മക്കള് നല്ലപോലെ. പിന്നെ അല്ല, ഞാൻ ഇത് പറയുമ്പോൾ എന്താ പറയുക സാറേ, എന്റെ മോന് 8ാം ക്ലാസ്സിലാണല്ലോ. ഞാനൊരു പാരന്റ് ആണ്. എന്നെ സംബന്ധിച്ചുള്ള മനസ്സാറ് പറയുന്ന കാര്യങ്ങൾ എനിക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ രക്ഷിതാക്കൾ ഏറ്റവും വലിയ ആഗ്രഹം മക്കൾ പഠിക്കുക. അതിന് വേണ്ടിയിട്ടാണ് അവർ സമ്പാദിക്കുന്നതും കാര്യങ്ങൾ. അതിനൊരു നല്ലൊരു കൈകളിൽ എത്തിപ്പെടുകയാണെങ്കിൽ അവരെ പഠിപ്പിക്കാൻ, ചില രക്ഷിതാക്കൾക്കും പഠിപ്പിക്കാൻ കഴിയില്ല. കാരണം ആ ഫീൽഡായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. സാമ്പത്തികമായി ചിലപ്പോൾ ഏബിൾ ആയിരിക്കാം, പക്ഷേ പഠിപ്പിക്കാൻ കഴിയാത്തൊരു സിറ്റുവേഷൻസ് വരും. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എല്ലാവരും കേൾക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ചുറ്റുപാട് ഒരുപാട് സംഗതികളുണ്ട്. എങ്ങോട്ട് പോകണം എന്നറിയാതെ എന്ത് തിരഞ്ഞെടുക്കണം ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതിൽ ഒരു നല്ലൊരു സ്ഥാപനം വേണം. കുട്ടിക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു തടസ്സമില്ലാതെ മുന്നോട്ട് പോകണം. +2 വരെ എന്തായാലും അടിസ്ഥാന വിദ്യാഭ്യാസമാണ്. അത് നല്ല രീതിയിൽ കഴിഞ്ഞു കിട്ടണം എന്നൊരു രക്ഷിതാവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഹാർവസ്റ്റ് ചിലപ്പോൾ അവർക്കൊരു ഗുണമായിരിക്കും. ഒരു പക്ഷേ എന്ന് ഞാൻ പറയുന്നുള്ളൂ, ശതമാനം പറയുന്നില്ല. അതെന്താ വെച്ചാൽ മക്കളെല്ലാവരും ഓരോരോ ടൈപ്പാണ്. പിന്നെ അതുപോലെ ഒരു കുട്ടിയുടെ മാനസികമായും ശാരീരികമായും ഉയർന്ന സമയം എന്ന് പറഞ്ഞാൽ 15 to 21 വയസ്സ് വരെയാണ്. ഈ സമയം നമ്മൾ എങ്ങനെ 100% ഉറപ്പ് കൊടുത്താലും ചില പാളിച്ചകളൊക്കെ എന്ത് ചെയ്യും വരും. അത് നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടൊന്നും അല്ല, പക്ഷെ ആ കുട്ടികളുടെ മാനസികാവസ്ഥ, വീട്ടിലെ സാഹചര്യം, ആ കുട്ടി ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, ആ കുട്ടിയുടെ ടേസ്റ്റ് ഒക്കെ അതിന് ഡിപ്പെൻഡഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് പരമാവധി നമ്മൾ ആ കുട്ടിയെ മനസ്സിലാക്കി അവരെ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നമ്മളുടെ ട്രാക്ക് ചിലപ്പോൾ ആ കുട്ടിയുടെ ട്രാക്ക് ആയിക്കോളണമെന്നില്ല. അത് മനസ്സിലാക്കണം. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് 100% നമുക്ക് ഒരിക്കലും ഒരു കാര്യത്തെ പറയാൻ പറ്റൂല. അല്ല, അതെന്താ പറയുക ആൻസർ, ഞാൻ അതിന് ഏറ്റവും കൂടുതൽ സന്തോഷമാണ്. ചില ആൾക്കാർ പറയും നിങ്ങളുടെ കുട്ടികളെ ഇങ്ങോട്ട് വിട്ടേക്കൂ, ഞങ്ങൾ 100% അത് റെഡിയാക്കി തരാമെന്ന് ചില ആൾക്കാർ പറയും. പക്ഷെ അൻസാർ പറഞ്ഞാൽ നമുക്ക് ട്രൈ ചെയ്യാം അല്ലേ? ട്രൈ ചെയ്തുകൊണ്ട് മുന്നോട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനത്തെ ഒരു റെസിഡൻഷ്യൽ സ്കൂൾ പണി തുടങ്ങുന്ന സമയത്ത് ഇപ്പോൾ അൻസാർ ഇപ്പം എൻ്റെ മുന്നിലിരിക്കുമ്പോഴും അൻസാർ നല്ല കോൺഫിഡൻസോടുകൂടി നല്ല പോസിറ്റീവായിട്ടായിരിക്കും. ചലഞ്ചസ് ഉണ്ടായിരുന്നില്ലേ? ഒരുപാട് ചലഞ്ചസിലൂടെ കടന്നു. എന്താണ് ഒരു ഏറ്റവും വലിയ ചലഞ്ച്? എന്തായിരുന്നു? സാമ്പത്തികം തന്നെ ആയിരിക്കും. സാമ്പത്തികം അതെങ്ങനെ ഓർക്കം ചെയ്തു? കാരണം ഞാൻ റെസിഡൻഷ്യൽ സംവിധാനം തുടങ്ങാണ്ടായ കാരണം എന്താ വെച്ചാൽ റെസിഡൻഷ്യലി കൂടുതൽ ഫോക്കസ് ചെയ്യാനുള്ള കാരണം അക്കാഡമിക് ഫീസ് നമുക്ക് വല്ലാതെ വാങ്ങാൻ കഴിയൂല. അപ്പോൾ ഞാൻ ഫസ്റ്റ് സമയത്ത് അഡ്മിഷൻ എടുക്കും വളരെ രസമാണ്. ഞാൻ വരുമ്പോൾ തന്നെ പറയും, ഇവിടെ ഉമ്മ ഉണ്ടാക്കുന്ന ഫുഡിന്റെ ടേസ്റ്റ് ഞങ്ങൾ ഉണ്ടാക്കിയാൽ കിട്ടൂല. അതുപോലെ സൗകര്യങ്ങളൊക്കെ വിലയിരുത്തുക, പിന്നെ മറ്റു കാര്യങ്ങൾ എല്ലാ ഫെസിലിറ്റിയും ഉറപ്പ് വരുത്തുക. ഒറ്റ കാര്യത്തിൽ ഉറപ്പ് തരാം, നല്ലോണം പഠിപ്പിക്കും. മറ്റു കാര്യങ്ങളൊക്കെ മക്കളും രക്ഷിതാക്കളും എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം. കഴിഞ്ഞ വർഷം വരെയുള്ളതിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു കുട്ടിയെ നമുക്ക് 100% സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ കഴിയില്ല. വീട്ടിലുള്ള കുട്ടികൾ എത്ര സാറ്റിസ്ഫൈ ചെയ്യാണ്ട് അപ്പോഴും ആ കുട്ടി അടുത്ത പാരന്റിന്റെയും അടുത്ത കുട്ടിയുടെ സാഹചര്യം വെച്ച് സ്വന്തം വീട്ടിലെ കാര്യം കമ്പയർ ചെയ്യും. ഉറപ്പായിട്ട് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ കഴിയൂല. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്താണ്? സത്യം പറഞ്ഞു കൊടുക്കുക. സത്യം പറഞ്ഞു കൊടുത്തിട്ട് ഒരു കുട്ടി അഡ്മിഷൻ എടുത്താലേ ആ കുട്ടിക്ക് ആ കാര്യങ്ങളൊന്നും ഫോക്കസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ആ കുട്ടി എന്തിനാണോ ഇഷ്ടപ്പെട്ടു വന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ഒരു കുട്ടിയോട് പറയും, ഇപ്പൊ ബദക്കറിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ സംഗീതം പറയുമ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു, അതിന്റെ അർത്ഥം അതൊക്കെ പഠിക്കാൻ താല്പര്യം ഉള്ളതുകൊണ്ടാണ് ഇരിക്കണം, നമുക്ക് മനസ്സിലാവും. അത് ഇനി ഒരു A+ ഇല്ല നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. ഒരു A+ ഇല്ലാത്ത ഒരു 6 കുട്ടികൾക്ക് കഴിഞ്ഞ വർഷം +1 ഫുൾ A+ 10ാം ക്ലാസ്സിൽ ഒറ്റ A+ ഇല്ലാത്ത 6 കുട്ടികൾക്ക് +1 ഫുൾ A+ എവിടെ കാണാൻ കഴിയാ? 10ൽ ഫുൾ A+ കിട്ടിയിട്ട് +1 ഒറ്റ A+ ഇല്ലാത്ത നമ്മൾ കാണാൻ പറ്റും. ഇഷ്ടംപോലെ കാണാൻ പറ്റും. തിരിച്ചെങ്ങനെ കാണാൻ കഴിയും? അപ്പൊ അത് നിങ്ങളുടെ സ്ഥാപനത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. പിന്നെ അതിൽ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ, ഒരു കാര്യം ഒറ്റവട്ടം സംഭവിക്കണം ജസ്റ്റ് മിറാക്കിളാന്ന് പറയാം, അത്ഭുതം എന്ന് പറയാം. തീർച്ചയായിട്ടും ഇത് കണ്ടിന്യൂസ് സംഭവിക്കുമ്പോൾ അത്ഭുതമാവോ? എന്തൊരു പാറ്റേൺ അവിടെ റൺ ചെയ്യുന്നത്. അതാണ്. അതെന്താണ്? നിങ്ങൾ എന്തായിരിക്കും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് പഠിപ്പിച്ചാൽ മതി. അപ്പോൾ രക്ഷിതാവിനെ പോലെ നമ്മൾ കണ്ടാൽ മതി. രക്ഷിതാവ് ചൂടാവേണ്ടടുത്ത് നമ്മൾ ചൂടാവണം. അതിൽ പേടിച്ച് നിന്നിട്ടൊന്നും കാര്യമില്ല. പുതിയ തലമുറയോട് സംസാരിക്കാൻ നമ്മളെ പോലത്തെ ആളുകൾക്ക് പേടിയാണ്. കാരണം എന്തിനാ പറയണേ, എന്തിനാ വെറുതെ വള്ളിക്കെട്ടിട്ട് തല വെക്കണമെന്നൊക്കെ പോട്ടെ. അതല്ല അതിൻ്റെ ഒരു കാര്യം. കാരണം ആ മക്കൾ റെഡിയായി നാളെ നമ്മൾ ഏത് കുട്ടിയോടാണോ കൂടുതൽ ആർഷായിട്ട് അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വെച്ചാൽ ആ കുട്ടി ഒരു 25 വയസ്സ് വരെ 25 വയസ്സൊക്കെ കഴിഞ്ഞ് ഒരു വലിയൊരു ആളാകുമ്പോൾ നമ്മൾ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ ആ കുട്ടി വിലയിരുത്തും. അന്ന് ഡെഫിനറ്റ്ലി ആ കുട്ടി നമ്മളെ തേടി വരും. അനുഭവങ്ങൾ ഒരുപാടാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം എൻ്റെ മോനെ ഒരു ഹോസ്റ്റൽ സംവിധാനമുള്ള ഒരു സ്ഥാപനത്തിലേക്ക് ആക്കുമ്പോഴും ആസ് എ പാരൻറ്റ് ഞാനോ ഇവൻ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ നിന്ന് പോയാൽ മതി, എല്ലാവരുമായിട്ട് വഴക്കാണ്, എന്ത് പറഞ്ഞാലും കേൾക്കുന്നില്ല എന്ന സാഹചര്യത്തിൽ അവിടെ ആക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അതിൽ ഞാനൊരു കാര്യം ഇടയിൽ കയറി പറയട്ടെ. ഇപ്പം നിങ്ങളെ വീട്ടിലെ സാഹചര്യങ്ങൾ അങ്ങനെ ആയിട്ടാണ് നിങ്ങൾ കൊടുന്നാക്കണമെന്ന് വെക്കുക.
അത് ഒരു പക്ഷേ നിങ്ങളും കുട്ടിയും തമ്മിലുള്ള ഒരു റിലേഷൻ ശരിയാവാത്തതുകൊണ്ടായിരിക്കാം, ഒരു സിസ്റ്റം ശരിയാവാത്തതുകൊണ്ടായിരിക്കാം. ആ കുട്ടിയെ ഞാൻ 25 ദിവസം എൻ്റെ സിസ്റ്റത്തിൽ നിർത്തി. ആ നിർത്തി തിരിച്ചൊരു 5 ദിവസത്തിന് നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ എൻ്റെ സിസ്റ്റത്തിലുള്ള ഒരുപാട് സിറ്റുവേഷൻസ് അവൻ ഫേസ് ചെയ്തതുകൊണ്ട് ഡെഫിനറ്റ്ലി അവൻ്റെ വീട് എത്രത്തോളം സ്വർഗമായിരുന്നു അവന് ഉറപ്പായിട്ട് മനസ്സിലാക്കും. ആ 5 ദിവസം ബാപ്പാന്റെ ഉമ്മാന്റെ സ്നേഹം അവന് കറക്റ്റ് അറിയാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ സിസ്റ്റം ഭയങ്കര ടഫാണ്, കുറച്ചൊക്കെ ടഫായിരിക്കും. കാരണം ഒരിക്കലും ബാപ്പാനെ പോലെ ഉമ്മാനെ പോലെ എനിക്ക് നിൽക്കാൻ കഴിയില്ലല്ലോ. എല്ലാവരും കോമൺ എന്ന് മാത്രമല്ല, ആ ഒരു പൊസിഷൻ ഒരാൾക്കും റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല. ലോകത്ത് എവിടെ കഴിയാ? അടിപൊളി. അപ്പൊ അത് കഴിയൂല. അപ്പൊ ഉറപ്പായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അപ്പൊ സ്വാഭാവികമായിട്ട് ആ കുട്ടി തിരിച്ച് നിങ്ങളെ വീട്ടിലേക്ക് വരുമ്പോ അതുവരെ ബേക്കനെ കണ്ട പോലെ പിന്നെ ബേക്കന്റെ കുട്ടി ബേനക്കനെ കാണാം. ബിഹേവിയർ മാറ്റം അത് എപ്പോഴും പറയാം, അവിടെ കൊണ്ടാക്കിയിട്ട് മാറ്റണ്ടേ. കാരണം നമ്മളൊന്നും മാറ്റം വരുത്തിയിട്ടല്ല, അവരുടെ ആ സിസ്റ്റം ഷെഡ്യൂൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എത്രത്തോളം സേഫ് ആയിരുന്നു ഇതിന് മുൻപ് എന്നുള്ള കുട്ടി മനസ്സിലാക്കണോണ്ട് സംഭവിക്കണം. പിന്നെ ചെറിയ പ്രായമൊക്കെ ആകുമ്പോൾ ഒരു പക്ഷേ അത് നടക്കൂല. പക്ഷെ വലിയ പ്രായം അവരുടെ ക്യാരക്ടർ ഡിസൈൻ ചെയ്യുന്ന സമയമല്ലേ അത്. അപ്പോൾ ഉറപ്പായിട്ട് അവർ ആ കാര്യം മനസ്സിലാക്കും. ഉമ്മാന്റെ ഫുഡ് എന്തായിരുന്നു, ഉമ്മാന്റെ കെയറിങ് എന്തായിരുന്നു, ഉമ്മാന്റെ ഓരോ സ്മെല്ല് എന്തായിരുന്നു എന്ന് വരെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫീൽ ചെയ്യാൻ മനസ്സിലാക്കാൻ പറ്റും. ഗൾഫ് പോകുമ്പോൾ ഫസ്റ്റില് കുറച്ച് ആൾക്കാർ അവിടെ ഇരുന്ന് കാര്യം എന്ന് പറഞ്ഞില്ലേ, അതേപോലുള്ള പരിപാടിയാണ് ഇതിനകത്തെ. ഇപ്പം എൻ്റെ മോൻ അപ്പോ ഇപ്പം നമ്മൾ പോഡ്കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവനോട് ഞാൻ ചിലപ്പോൾ ലൈഫിൽ എന്താ അച്ചീവ്മെൻറ്റ്സ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ എന്നോട് പറഞ്ഞത് എനിക്കൊരു വാപ്പി എനിക്കൊരു എഞ്ചിനീയർ ആകണം, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അങ്ങനെ പറയുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അപ്പൂനെ നിങ്ങളെ ഏൽപ്പിക്കുന്നു. അവനിപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു വിചാരിക്കുക. അവന് നിങ്ങളൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകാനുള്ള ട്രാക്കിലൂടെ കടത്തിവിടാണ് നിങ്ങൾ എന്തൊക്കെ ആക്ടിവിറ്റി ആയിരിക്കും ചെയ്യുന്നത്? ഒന്നാമത്തെ കാര്യം, ഒരിക്കലും നമുക്കത് 100% സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവുമെന്ന് പറയാൻ പറ്റൂല. അതെന്നെ തെറ്റാണ്. കാരണം എന്താ വെച്ചാൽ അവന് 8ാം ക്ലാസ്സിലെ മാത്സ് അല്ല +1 മാത്സ്, +1 മാത്സ് അല്ല +2 മാത്സ്. അപ്പോൾ ഈ മാത്സ് പഠിക്കാതെ എഞ്ചിനീയറിംഗ് സെക്ഷനിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ സബ്ജക്റ്റിന്റെ ഡെപ്ത് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ താല്പര്യങ്ങൾ മാറൂല എന്ന് ബാക്കിയൊക്കെ പറയാൻ പറ്റും. അതെ, ചേഞ്ച് വരാം. ഇത് ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ല, ഇതിന് പണിയാണ് എന്നൊക്കെ ചിലപ്പോൾ പറയാൻ പറ്റും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാല് നമ്മളെ സൊസൈറ്റിയിൽ എല്ലാവരും മുന്നിൽ അങ്ങനെ ചിത്രീകരിച്ച് കഴിഞ്ഞാല് ഡെഫിനറ്റ്ലി ആ കുട്ടിക്ക് അത് കിട്ടിയിട്ടില്ലെങ്കിൽ അവനെന്തോ കഴിവ് കെട്ടവനായിട്ട് മാറും. നിങ്ങളിപ്പോൾ നിങ്ങളെ കുട്ടിയെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പറഞ്ഞു പോയാൽ നാളെ അവനക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അവന്റെ മനസ്സിലും ചുറ്റുപാടും അവനെന്തായിപ്പോ ഒരു പ്രശ്നമാണ്. എന്തിനാണ് ഓവർ ബേർഡൻ മക്കളെ തല വെച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് സ്വാഭാവികമായിട്ടും നമ്മൾ പഠിക്കാൻ പറയുക, അത് നിങ്ങൾക്ക് ശരിയും തോന്നുന്നു നിങ്ങൾ ചെയ്യുക, അവർക്ക് ശരിയും തോന്നാൻ കഴിയും. എപ്പോഴും റീതിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് എന്ത് ചെയ്യുക, കൊടുക്കുക. പിന്നെ ഒരു +1+2 എത്തുമ്പോഴേക്ക് ഷാർപ്പായിട്ടുള്ള ഡിസിഷൻ എടുക്കുക. കാരണം എന്താ വെച്ചാൽ അത് ഒരു ടേണിംഗ് പോയിന്റ് ആണ്. അവിടെ അവന് അതിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിയും. സിലബസ് കറക്റ്റ് എത്തി, എന്നിട്ട് അവൻ പറയട്ടെ മാത്സ് ഒക്കെ ശരിയായി, അല്ലെങ്കിൽ ബയോളജി ആണ്. പക്ഷെ ഞാൻ മെഡിക്കലിന് റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ടാവട്ടോ, അവർ പോയി പിന്നെ പോലെ NIT കകരം. കാരണം എന്താ വെച്ചാൽ MBBS കിട്ടൂല. ചിലപ്പോൾ 10 മാർക്കിന് 20 മാർക്കിനായിരിക്കും 650 കിട്ടേണ്ടടുത്ത് 640 ആ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടാവുള്ളൂ. 10 മാർക്കിന് ചിലപ്പോൾ MBBS പോയിണ്ടാവുക. പക്ഷെ പൈസ കൊടുത്ത് പഠിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തവർ പിന്നെ പോലെ എന്തിനാണ് എഞ്ചിനീയറിംഗിൽ കാലിക്കറ്റ് NIT എന്തായാലും കിട്ടിയിട്ടുണ്ടാവും എഞ്ചിനീയറിംഗ് എക്സാമിൽ. അപ്പോൾ അങ്ങോട്ട് പോകും എന്ന് കരുതിയിട്ട് അവന് ബയോളജി പഠിക്കാനോ മാത്സ് MBBS പഠിക്കാനോ കഴിവില്ലാത്തത് കൊണ്ടല്ലല്ലോ. ജീവിതത്തിൽ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും, യാതൊരു സാഹചര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക ഇങ്ങനെ മുന്നോട്ട്. ഞാൻ ഒരിക്കലും ആർവശ പ്ലാൻ ചെയ്ത് ഇത്ര കോടി ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയ സ്ഥാപനമൊന്നുമല്ല. ആർവശിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് സീറോ ആണ്. അതായത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക, നമ്മൾ അതിന്മേൽ തന്നെ ഡെവലപ്പ് ചെയ്ത് അത് നമ്മളൊരു കുട്ടീനെ പോലെ കണ്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഹാർവസ്റ്റും ഒരു കുട്ടിയാണ്. അതന്നെ, അത്രേ ഉള്ളൂ. ഈ നിങ്ങളിപ്പോൾ ഈ അക്കാഡമിക്കൽ ഫീൽഡിൽ നിൽക്കുന്നൊരു ബിസിനസ്സുകാരൻ എന്ന രൂപത്തിലുണ്ടല്ലോ, നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഇപ്പം നമ്മളുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നങ്ങൾ എന്താണ് നിങ്ങൾ അനലൈസ് ചെയ്തേക്കുന്നത്? ഒന്നാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ആദ്യം ആ ഒരു പോയിന്റ് പറയാന്നല്ലേ. കാരണം രക്ഷിതാക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ രക്ഷിതാക്കൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഫസ്റ്റ് പോയിന്റ് എന്നാണ് അക്കാഡമിക്സിലാണ്. മക്കൾക്ക് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുക. അല്ലാതെ അവർ എത്ര അധ്വാനിച്ചിട്ടും മക്കളെ ഒരു കറക്റ്റ് പാറ്റേണിലേക്ക് കൊടുത്തിട്ടുള്ള പ്രയാസമാണ്. പിന്നെ അതിൻ്റെ ഒരു ലിമിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ഒന്ന് നമ്മുടെ ചുറ്റുപാട് ഒരുപാട് അവസരങ്ങളുണ്ട്. ഇപ്പം AI അങ്ങനെ കുറേ പുതിയ കാര്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. പക്ഷെ തുടക്കം എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മൾ തുടക്കം. പക്ഷെ അതിൻ്റെ ഒടുക്കം ആരൊക്കെ എന്തൊക്കെ ആയി തീർന്നു എന്നുള്ളത് എവിടെയും ശ്രദ്ധിക്കണം ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ
തുടക്കം എന്താ പറയാ, ഉദാഹരണത്തിന് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ MBBS നോക്കാം. വളരെ വലിയ വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മൾ അഡ്മിഷൻ എടുക്കും. പക്ഷെ അവസാനത്തെ ദിവസം അത് എവിടെ, എത്ര കുട്ടികളിൽ നിന്ന് എത്ര കുട്ടികൾക്ക് കിട്ടി, എന്താണ് സത്യം പറഞ്ഞാൽ കേരളത്തിൽ 2000 താഴെ സീറ്റുകളൊക്കെ MBBSനുള്ളൂ. ഈ ലക്ഷക്കണക്കിന് കുട്ടികൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതിൽ കുറേ കുട്ടികൾക്ക് കിട്ടില്ല എന്നുള്ള സത്യം നമുക്കും എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി, രക്ഷിതാക്കൾ മനസ്സിലാക്കി അതിന് എങ്ങനെ എത്രത്തോളം അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തു പോകണം എന്നുള്ളത് നമ്മൾ ചുറ്റുപാടുള്ള ആളുകൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ. തുടക്കം എല്ലാവരും ശ്രദ്ധിക്കും, ഒടുക്കം എന്ത് ചെയ്തില്ല, ഒബ്സർവ് ചെയ്യുന്നില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, പണ്ടത്തെ പോലെ അല്ല മക്കളൊക്കെ. ഞാൻ കോവിഡിന് മുന്നും കോവിഡിന് ശേഷം എന്നാ ഞാൻ പറയാം. അതെ, കോവിഡിന് മുന്നേ എന്താ വെച്ചാല് നമ്മൾ ടീച്ചേഴ്സ് എന്തൊക്കെ പറഞ്ഞാലും രക്ഷിതാക്കൾ കട്ടൊക്കെ നമ്മളിപ്പോ നിൽക്കും. അത് കോവിഡിന് മുന്നേ അതെ, സാറ് അങ്ങനെ ചെയ്യൂല, സാർ ചെയ്യേണ്ടതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും എന്നുള്ളതിൽ നിൽക്കും. കോവിഡിന് ശേഷമുള്ള ഒരു രക്ഷിതാക്കളെ തലമുറ ആറ്റിറ്റ്യൂഡ് മാറി. കാരണം വെച്ചാൽ മക്കൾ എന്താ പറയുക വെച്ചാൽ അതിങ്ങനെ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് പറയാന്നല്ലാതെ അത് നമ്മളുടെ പ്രായം പക്വതയും വെച്ചിട്ട് ശരിയാണോ തെറ്റാണോ, നമുക്ക് പറ്റിയതാണോ പറ്റാത്തതാണോ എന്ന് മനസ്സിലാക്കാനുള്ളൊരു അവസ്ഥയ്ക്ക് എത്തുന്നില്ല. അതിലെന്താ വെച്ചാൽ ചില ടീച്ചേഴ്സിന് ഇഷ്യൂസ് ഉണ്ടായേക്കാം, ടീച്ചേഴ്സിന്റെ ആറ്റിറ്റ്യൂഡിൽ പ്രശ്നം ഉണ്ടായേക്കാം. എന്നിരുന്നാൽ പോലും ഒരു കുട്ടി വിജയിക്കണമെങ്കിൽ ആദ്യം വേണ്ട നല്ല സ്ഥാപനമല്ല, നല്ല സംവിധാനങ്ങളല്ല, നല്ല ടെക്നോളജി അല്ല, ആദ്യം വേണ്ട നല്ലൊരു രക്ഷിതാവാണ്, ഒബ്സർവേഷൻ ഉള്ള ഒരു രക്ഷിതാവ്. അത് എൻ്റെ കുട്ടിക്ക് ഈ സംഗതി പറ്റുമോ, ഒന്നാമത്തെ ചോദ്യം. അത് ഒരു വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമില്ല, അവന്റെ തലയെ വെച്ച് കൊടുക്കരുത്, നീ എഞ്ചിനീയർ ആകണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് വെച്ച് കൊടുക്കരുത്. അതല്ല വേണ്ടത്. ഒരു നല്ലൊരു ഒബ്സർവ് ചെയ്യുന്ന രക്ഷിതാവാണെങ്കിൽ അത് ഡെഫിനറ്റ്ലി അയാൾ അത് മനസ്സിലാക്കണം. ഒന്ന് തൻ്റെ കുട്ടിക്ക് അത് പോസിബിൾ ആണോ. രണ്ടാമത്തെ കാര്യം കുട്ടിയുടെ മാനസികാവസ്ഥ, കുട്ടിയുടെ കഴിവ്, അതൊക്കെ മനസ്സിലാക്കിയിട്ട് കറക്റ്റായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടത്. പിന്നത്തെ ഒരു കാര്യം, ഇപ്പോഴത്തെ തലമുറക്കൊന്നും എന്താ പറയുക, കഷ്ടപ്പെടാൻ അറിയില്ല, ഒരു കാര്യം പൂർത്തീകരിക്കാൻ അറിയില്ല. അത് വലിയൊരു പ്രശ്നമല്ലേ. കാരണം എന്തുണ്ടെങ്കിലും അതിന്റെ സിമ്പിൾ പോർഷൻ അവർ ചെയ്യും, ടഫ് റീജിയനിലേക്ക് എത്തുമ്പോൾ അവർ അത് ഇട്ടിട്ട് പോയിട്ടുണ്ടാവും. നമ്മളെ നാട്ടില് എവിടെയെങ്കിലും ഒരു ലെജൻഡ് ആയിട്ടുള്ള ഒരാള് കഷ്ടപ്പെടാത്ത ഒരു റീജിയൻ കഷ്ടപ്പെടാതെ അയാൾ ആയത് ഞാൻ ഒരിക്കലും പറ്റില്ല. പക്ഷെ അങ്ങനെ ഒരു സിസ്റ്റം നമ്മളെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളെ ചെറിയ പ്രായത്തിൽ ഉണ്ടായ എക്സ്പീരിയൻസ് നിങ്ങളെ കുട്ടിക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. തീർച്ചയായിട്ടും ആ എക്സ്പീരിയൻസിലാകുമ്പോൾ സത്യം പറഞ്ഞ കഴിവിനെ താഴത്തോട്ടാ കൊണ്ടുവരില്ലേ. കാരണം മുകളിലേക്കുള്ള ഇപ്പൊ എന്റെ കുട്ടീനെ സംബന്ധിച്ചൊക്കെ ഉള്ള സംഭവം ആട്ടോ അത്. കാരണം തലമുറ മാറാണ്, സിസ്റ്റങ്ങൾ മാറാണ്, ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ ഒരു പ്രശ്നം ഫേസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമ്മളെ ചുറ്റുപാടുള്ള മക്കൾക്ക് എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. രണ്ട് തട്ടായിട്ട് നമ്മളെ സംവിധാനം മാറുന്നുണ്ട്. അതായത് ഒന്ന് നല്ലോണം പഠിക്കണം, A to Z അടിപൊളിയായിട്ട് പഠിക്കണം, അങ്ങനെ ഉയർന്നു പോകുന്ന ഒരു തലമുറ. അവർക്ക് ഫസ്റ്റ് റൗണ്ട് പഠിച്ചാൽ അവസാനം അവരുടെ ലക്ഷറിന്റെ അവരുടെ ലൈഫ് ഏറ്റവും നല്ല സെറ്റിൽ ആയിട്ടുള്ള ഫോമിൽ കാണാൻ പറ്റും. വേറൊരു തലമുറ ലഹരി മറ്റു കാര്യങ്ങളായിട്ട് എന്ത് ചെയ്യും, താഴ്ന്നു പോകുന്നുണ്ട്. ചെറിയ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും കുട്ടികളുടെ അടുത്ത് ഇല്ലാത്ത സംഗതി ഞാൻ തന്നെ ഒരുപാട് അനുഭവിക്കുന്നതാണ്. അപ്പൊ നമ്മളോട് ഒരു കുട്ടിക്ക് ചോദിച്ചാൽ സാർ എന്റെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ഇപ്പൊ ഞാൻ ഉപയോഗിച്ചാലോ, എന്താ പ്രശ്നം, നമുക്ക് എന്താ പറയാൻ പറ്റുക? ഒന്നും പറയാൻ പറ്റില്ല. എപ്പോഴും നമ്മൾ നമ്മുടെ മക്കളെ ഒബ്സർവ് ചെയ്ത് അവരുടെ കൂടെ അവരുടെ കാര്യങ്ങളെ മനസ്സിലാക്കി കൊണ്ടുപോവാം. പാരന്റ് ഒരു കുട്ടിയെ മനസ്സിലാക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഇന്ന് തന്നെ എനിക്കൊരു അനുഭവം ഉണ്ട്. എനിക്കൊരു ഗൾഫിൽ നിന്ന് ഒരു കോൾ, ഒരു പാരന്റ്, ഞങ്ങൾ ലോക്കൽ ഗാർഡിയൻ അവിടെ വെച്ചത് നിങ്ങളോട്, ഞാൻ ആ കുട്ടി കണ്ടിന്യൂസ് ആയിട്ട് കുറേ ദിവസമായിട്ട് ലീവാണ്, ഇടയ്ക്കിടയ്ക്ക് ലീവ് ആവാം. അതൊരു ആവശ്യമായിട്ടുള്ള കാര്യം തോന്നണില്ല, പല റീസൺസ് ആയിട്ട് ലീവ് ആവാം. അപ്പം വീട്ടിൽ പറഞ്ഞു, ഉമ്മനോട് പറഞ്ഞു, ഉമ്മനെ അങ്ങനെ കുറേ ആളുകൾ സംസാരിച്ചു, വാപ്പാനോട് പറഞ്ഞിട്ടില്ല. അപ്പം വാപ്പ എന്തായാലും വിളിക്കണം എന്ന് പറഞ്ഞിട്ട് വാപ്പ വിളിച്ച വാപ്പ പറയണേ, ഞാൻ ലോക്കൽ ഗാർഡിനൊക്കെ അവിടെ നിർത്തിയിട്ടില്ല, അവരോട് സംസാരിച്ചാൽ പോരെയാണ്. അപ്പം ഞാൻ ചോദിച്ചൊരു കാര്യം, നിങ്ങൾ ഗൾഫിൽ പോയി നയിച്ചുണ്ടാക്കണം എന്തിനു വേണ്ടിയിട്ടാണ്? അത് കാര്യങ്ങളൊന്നും പറയാന്നുള്ള ഒരു സംഗതി ഉണ്ടല്ലോ, അല്ല പൈസ തന്നത് കൊണ്ടോ അല്ലെങ്കിൽ എന്താ പറയാ കാര്യങ്ങൾ അങ്ങനെ നോക്കി നിന്നത് കൊണ്ടൊന്നും മക്കളെ ലൈഫ് എന്തായി തോന്നുന്നില്ല, ശരിയല്ല. അവരെ ഒപ്പം ഒബ്സർവ് ചെയ്ത് നിൽക്കണം. നമ്മുടെ നാട്ടിലെല്ലാവരും പ്രശ്നമാണ്, കുറേ ഗൾഫ് പോയി അധ്വാനിക്കും, പൈസ ഉണ്ടാക്കും, ഏതെങ്കിലുമൊക്കെ നല്ല കോളേജിൽ പൈസ കൊടുക്കുന്ന കോളേജിൽ കൊണ്ടുപോയി ചേർത്തും, അത് കഴിഞ്ഞ് ഗൾഫിൽ നിന്ന് റിട്ടേൺ വരുമ്പോൾ മോൻ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടാവും, വാപ്പ അപ്പുറത്തു കൂടി നടക്കുന്നുണ്ടാവും. അതാണ് അവസ്ഥ, റിസൾട്ടും ഇല്ല. ഈ ആൻസറേ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഹാർവസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥാപനം നടത്തുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഹാർവസ്റ്റിനെ കുറിച്ച് പ്രൗഡായിട്ട് ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ, എന്തായിരിക്കും അത്? പ്രൗഡായിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്കോളർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ +1 +2 8 9 10 നമ്മൾ ഫീസ് വാങ്ങും. കാരണം നമ്മുടെ സംവിധാനം ഇല്ലെങ്കിലും ഗവൺമെന്റ് സംവിധാനം അപ്പുറത്തുണ്ട്,
ഉണ്ട്. അപ്പോൾ അവർക്ക് ഇവിടെ ഇല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. പക്ഷെ പ്ലസ് ടു കഴിഞ്ഞൊരു കുട്ടി റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ അങ്ങനെ സംവിധാനം പൊതുവായിട്ടുള്ള സംവിധാനം ഇല്ല. അപ്പം നമ്മൾ അവർക്കും വേണ്ടിയിട്ട് നമ്മൾ സൂപ്പർ 500 ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ട്. സൂപ്പർ 500 ഞാൻ 4 കൊല്ലം റിപ്പീറ്റ്, 5 കൊല്ലം റിപ്പീറ്റ്, 5 കൊല്ലത്തിൻ്റെ 5 കൊല്ലം ഞാൻ സംഗതികൾ ചെയ്തിട്ടുണ്ട്. ആ സൂപ്പർ 500 അല്ലെങ്കിൽ സൂപ്പർ 30 എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും കുട്ടികളെ നമ്മൾ ഏറ്റെടുക്കും. ഓക്കെ. അപ്പോൾ ആ കുട്ടികൾ പഠിച്ച റിസൾട്ട് ആകുമ്പോൾ ഭയങ്കര സന്തോഷം. ഭയങ്കര സന്തോഷം. ഒരു കുടുംബം, ഒരു തലമുറ രക്ഷപ്പെട്ടു അല്ലേ? ഒരു കുട്ടി പഠിച്ച ഒരു കുടുംബം രക്ഷപ്പെട്ടു എന്ന് ഞാൻ പറയാം. അതെ, തീർച്ചയായിട്ടും. കാരണം നമ്മളൊരു പുതിയ എൻട്രി കൊടുക്കും. ഒരാൾ രക്ഷപ്പെട്ടു, അവന്റെ കുടുംബം രക്ഷപ്പെട്ടു. ഇവർ എൻ്റെ കുടുംബത്തിൽ വരെ ആദ്യമായിട്ട് ഡോക്ടർ ഉണ്ടായത് എൻ്റെ സ്ഥാപനത്തിൽ. അപ്പം തന്നെ ആലോചിച്ചാൽ അറിയാലോ എത്ര വലിയ സന്തോഷമുള്ള കാര്യം. ഒരു എഞ്ചിനീയർ എൻ്റെ കുടുംബത്തിന് ഇപ്പൊ ഒരാൾ ഇപ്പൊ MBBS 4th ഇയർ ആയി. അതുപോലെ തന്നെ ഒരാൾ ഇപ്പൊ CET എഞ്ചിനീയറിംഗിന് ചേർന്നു ഈ വർഷം. അത് നമ്മൾ പഠിച്ചോണ്ടല്ലേ നമുക്ക് പോലെ പഠിപ്പിക്കാൻ പറ്റി. ഞാൻ എൻ്റെ കുടുംബത്തിൽ വെച്ച് നടക്കുമ്പോൾ അപ്പോൾ എൻ്റെ ഉമ്മേൻ്റെ ആങ്ങളുടെ കുട്ടിയാണ്. അപ്പോൾ അവരങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ആ കുടുംബം എത്രത്തോളം സേഫ് ആവും. ഇനി അവരെ തലമുറയിൽ അവരെ താഴത്തുള്ള ഇതിനേക്കാളും വലിയ സ്വപ്നം കാണാൻ പഠിക്കും. പുതിയതിൻ്റെ വരട്ടെ, പഴയ ആളുകൾ മാത്രം പോരല്ലോ. അതെ. ഇതിൻ്റെ അകത്ത് മറ്റുള്ളവരുടെ സക്സസ് എൻജോയ് ചെയ്യപ്പെടാൻ പറ്റുക എന്നുള്ള വലിയൊരു കാര്യം. പിന്നെ അതുമല്ല, നമ്മൾ ഈ ഹോസ്റ്റൽ ലൈഫിലേക്ക് വരുമ്പോഴേ ഈ രക്ഷിതാക്കളൊക്കെ ഒന്നുകിൽ സെപ്പറേറ്റഡ് ആയിരിക്കും. എൻ്റെ വാപ്പിയും സെപ്പറേറ്റഡ് ആട്ടോ. എനിക്ക് 3 വയസ്സുള്ളപ്പോൾ സെപ്പറേറ്റ് ചെയ്താണ്. പക്ഷെ ഞാൻ അനുഭവിച്ച ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായില്ലേ. ഞാൻ ഉമ്മൻ്റെ വീട്ടിൽ നിന്നാ പഠിച്ചോക്കെ. അപ്പോൾ ഒരുപാട് വിഷമങ്ങൾ ഞാൻ സഹിച്ചിട്ടുണ്ട്. അതൊന്നുമില്ലായ്മന്ന് എന്താ പറയുക, വീട്ടിൽ കിടക്കാൻ പോലും സാഹചര്യം ഇല്ലാത്ത സമയത്താണ് ഞാൻ സ്കൂളിൽ സ്റ്റാഫായിട്ട് പോണത്. കാരണം അതിനുള്ള ഓപ്ഷൻ എന്താ പറയുക, അവിടെ കിടക്കാൻ എന്ത് കിട്ടും, സ്ഥലം കിട്ടും. അതാണ് എൻ്റെ കണ്ടീഷൻ. അങ്ങനെ ഞാൻ എത്തിപ്പെട്ടതാണ് അവിടെ. ആദ്യം വന്ന് നമ്മൾ വരുമ്പോൾ ഞാൻ അനുഭവിച്ച അത്ര സ്ട്രഗിൾ അനുഭവിച്ചിട്ടുണ്ട്. പാപ്പാനെ പറ്റി മോശമായിട്ട് കേൾക്കും, ഉമ്മാനെ പറ്റി മോശമായിട്ട് കേൾക്കും. എൻ്റെ ഉമ്മാക്ക് ഏകദേശം ഒരു 18 വയസ്സുള്ളപ്പോഴാണ് പാപ്പ ഒഴിവാക്കിയത്, 2 കുട്ടികളും വെച്ചിട്ട്. പിന്നെ ഉമ്മ എന്നെ നോക്കി, എനിക്ക് 3 വയസ്സാണ്, എന്നെ നോക്കാനും വേണ്ടിയിട്ട് എന്ത് ചെയ്തു, പിന്നെ കല്യാണം കഴിച്ചില്ല, അങ്ങനെ നിന്നു. അപ്പോൾ അതിനൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒരുപാട് കുട്ടികൾ നമ്മളെ മുന്നിലേക്ക് വരുമ്പോൾ പാപ്പാക്കും അവർക്ക് ഒത്തുപോകാൻ കഴിയാത്തതുകൊണ്ടാണ്. നമ്മളതിൽ വെറുതെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, യാഥാർത്ഥ്യം. അപ്പോൾ ആ മക്കളെ നമുക്ക് നോക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുക പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. കാരണം ഒരു പക്ഷെ അന്ന് എൻ്റെ ഉമ്മാക്ക് എന്നെ അതേപോലെ ആരും സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നെങ്കിൽ വളരെ ഭയങ്കരമായിട്ടൊരു മാറ്റം ഉണ്ടായിരുന്നു. കാരണം ഉമ്മാൻ്റെ സങ്കടവും വിഷമം നമ്മൾ ഒരുപാട് കാണുന്നതാണ്. അപ്പോൾ ഞാൻ ചെയ്യണം എന്താ വെച്ചാൽ, അങ്ങനത്തെ ഒരുപാട് കുട്ടികൾ RSL പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ മക്കളൊക്കെ നമുക്ക് നോക്കുമ്പോൾ ഒരു പക്ഷെ നാളെ അവർ നമ്മളെ തേടി വരും. ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യം, കേരളത്തിൽ എല്ലായിടത്തും പോയിട്ടുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ വണ്ടി ഇവിടെ എത്തിയപ്പോൾ ഒരു കുട്ടി വിളിച്ചു എവിടെ സാറേ ചോദിച്ചിട്ടുണ്ട്. കാരണം കേരളത്തിലെ എല്ലാ ജില്ലയിലും എനിക്ക് വീടുണ്ട്, ഞാൻ എവിടെ എനിക്ക് കയറി ചെല്ലാൻ പറ്റും. നിങ്ങളെ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ്സിലേക്ക് എത്തിക്കുന്നത് ഇത് തന്നെയാണോ? സത്യം. നിങ്ങൾ സംസാരിക്കുമ്പോഴും ഇപ്പം അൻസാറോട് സംസാരിക്കുമ്പോഴും എനിക്കും ഫീൽ, അൻസാർ ഭയങ്കര പോസിറ്റീവാണ്, ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. ഈ കുറേ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുട്ടി രക്ഷപ്പെട്ടു പോയാൽ അതോടെ ആ കുടുംബം രക്ഷപ്പെട്ടു പോകുക എന്നുള്ള ഒരു അവിടെ നമ്മൾ ബിസിനസ് കണ്ടിട്ട് കാര്യമില്ല. ബിസിനസ് വേണം, നിലനിൽപ്പിന് ബിസിനസ് വേണം. അല്ലാതെ സർവീസോട് നിന്നാണ് പരിപാടി നടക്കൂല. നിലനിൽപ്പിന് ബിസിനസ് വേണം, അത് ഞാൻ ഒരിക്കലും എതിർക്കൂല. പക്ഷേ ആ ബിസിനസ്സിൽ സത്യസന്ധത കാണിച്ചാൽ മതി. അവിടെ നമ്മൾ ഒരു കുട്ടി ഇവിടെ വന്നിട്ട് മോശമായി പോകേണ്ട അവസ്ഥ ഉണ്ടാവരുതേ എന്നുള്ള പ്രാർത്ഥന കൂടി നമ്മൾ ചെയ്താൽ ഉറപ്പായിട്ട് ഇത് റിസൾട്ട് ആവും. എങ്കിലും ഈ സാഹചര്യത്തിന്റെ ചില സമ്മർദ്ദങ്ങൾ കൊണ്ട് ചില കുട്ടികൾ എന്തെങ്കിലും ഈ ഒരു ആക്ടിവിറ്റീസിലേക്ക് പോയി കഴിഞ്ഞാൽ അൻസാർ എങ്ങനെയാണ് അതിനൊക്കെ മാനേജ് ചെയ്യുക? നമുക്ക് 100% അൻസാർ നേരത്തെ അൻസാർ നേരത്തെ പറഞ്ഞു 100% നമുക്ക് ഒരിക്കലും ഇതിലെല്ലാവരും ശരിയാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്തായാലും ഈ ഒരു വേൾഡിൽ അങ്ങനത്തെയൊക്കെ ഉണ്ടാകാതിരിക്കട്ടെ, ഉണ്ടായിട്ടുണ്ടാവും, ഇല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പൊ എങ്ങനെയാണ് സാർ ആ സിറ്റുവേഷൻസൊക്കെ മാനേജ് ചെയ്യുന്നത്? നമ്മൾക്ക് ഹോസ്റ്റലിലേക്ക് വരുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ പല കാറ്റഗറിയാണ്. ഫസ്റ്റിൽ 2 മാസം എന്തായാലും നല്ലോണം ശ്രദ്ധിക്കണം. നല്ലോണം ശ്രദ്ധിച്ചാൽ ആ കുട്ടികൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവരുടെ പരിമിതികൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആ വാർഡന്മാരായാലും ഞാൻ ഏകദേശം 110ഓളം സ്റ്റാഫ്, 400 കുട്ടിയൊക്കെ ഒരു 110ഓളം സ്റ്റാഫിന്റെ ആവശ്യം അവിടെ ഇല്ലല്ലോ. സ്റ്റാഫിന്റെ എണ്ണം ഞാൻ നല്ലോണം കൂട്ടും. കാരണം എന്തിനാണ് ഇത്രയും സ്റ്റാഫ് എന്ന് എല്ലാവരും ചോദിക്കും. സത്യം പറഞ്ഞാൽ ഓരോ കുട്ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ സ്റ്റാഫ് വേണ്ടി വരും. അപ്പോൾ അങ്ങനെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ലിമിറ്റേഷൻസ് മനസ്സിലാവും. ലിമിറ്റേഷൻസ് ചില സമയത്തൊക്കെ നമ്മൾ നല്ലോണം പെട്ടുപോകും. കാരണം വാപ്പ ഒരു വൈക്കും ഉമ്മ ഒരു വൈക്കും ആകുമ്പോൾ ഇതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യില്ല, അറിയില്ല. ചില കാര്യത്തിൽ എന്താ വെച്ചാൽ ഇവിടെ വന്ന് ചേരുമ്പോൾ പേയ്മെന്റ് ഒക്കെ വെച്ച് ചേരും, പിന്നെ ഒരു സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാവാം. അപ്പൊ ആരോട് പൈസ ചോദിക്കണമെന്ന് അറിയില്ല. എന്താ പറയാ, ഫീസ് അടക്കുന്ന കാര്യം പറയാൻ കഴിയില്ല. മിണ്ടാതെ നമ്മൾ സഹിക്കാന്നല്ല വേറെ ഒന്നായാലും പറ്റൂല. അപ്പോൾ അങ്ങനത്തെ പിന്നെ അതുപോലത്തെ ദുശീലങ്ങളുള്ള കുട്ടികളുണ്ടാവും. ദുശീലങ്ങളുള്ള കുട്ടികളുണ്ടാകുമ്പോൾ നമ്മളത് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ് ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതിൽ ഒരു പൊതുവായിട്ടുള്ള കാര്യം പറയാം, അങ്ങനത്തെ ഒരു കേസ് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ചുറ്റുപാട് പറയാം ആ സ്ഥാപനം മോശമെന്നാ പറയാം. അതെ അതെ അതെ,
ആയിട്ടുള്ള കാര്യമാണത്. 100%. ആ സ്ഥാപനം നന്നായത് കൊണ്ടാണ് അത് പിടിക്കപ്പെട്ടത്. കള്ളവണ്ടി കയറിയെന്നുള്ളൂ, കള്ളം വണ്ടി കയറിയെന്ന് പറയല. അതെ, അത് തിരുത്തേണ്ട കാര്യം. ഒരു കാഴ്ചപ്പാടുണ്ട് നമ്മളെ സമൂഹത്തിന്. ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരു പ്രശ്നം പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ സ്ഥാപനം അങ്ങനെയെന്നല്ല പറയേണ്ടത്. ആ സ്ഥാപനത്തിൽ അത് ഉണ്ടായത് ഐഡന്റിഫൈ ചെയ്യാൻ സ്ഥാപനത്തിനെ കൊണ്ട് പറ്റിയത് കൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നത്, പിടിക്കപ്പെടുന്നത്. എത്ര സ്ഥാപനങ്ങൾ പിടിക്കപ്പെടാതെ പോകുന്നുണ്ട്. പിടിക്കപ്പെടാത്തോടത്തോളം കാലം ആ കുട്ടികൾക്ക് അതൊരു കോൺഫിഡൻസാണ്, എല്ലായിടത്തും രക്ഷപ്പെടുന്നുള്ളത്. അത് വലിയ വലിയ തെറ്റിൽ പോയിട്ട് പിന്നെ അത് അവസാനിക്കുള്ളൂ. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ട, ഒരു സ്ഥാപനത്തിൽ നിന്ന് കാര്യങ്ങൾ പിടിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് കുട്ടികളെ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ പിടിക്കപ്പെട്ട എന്ത് ചെയ്യും നിങ്ങൾ? പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ രക്ഷിതാക്കളെ അല്ലല്ല രക്ഷിതാക്കളെ വിളിക്കണം. അത് ചിലപ്പോൾ നാടകം കളിക്കേണ്ടി വരും. കാര്യങ്ങൾ ആ ഏജിൽ നമ്മൾ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യാനാ? അത്ര എക്സ്ട്രീം എൻഡിൽ അങ്ങനെ ഒഴിവാക്കേണ്ട കേസ് എൻ്റെ അറിവിലില്ല. ഞാൻ ചെയ്തിട്ടില്ല. ഉണ്ടാവില്ല. അവരെ ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ എന്താ ചെയ്യുന്നത്? അതിൽ ഒന്നാമത്തെ കാര്യം പിന്നെ ഒന്നും കൂടി ശ്രദ്ധിക്കാന്ന്, ചില കുട്ടികൾ അതിലേക്ക് വരൂല, അത് പിടിച്ചോടത്ത് കിട്ടൂല. എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്യിപ്പിക്കാൻ നമ്മൾ നോക്കുക. പരിമിതികൾ ഉണ്ടാവും, കുറച്ച് സമയത്തേക്ക് മാറ്റി നിർത്തേണ്ടി വരും. പിന്നെ ആ കുട്ടിയുടെ ആവശ്യമായിട്ട് വരുന്ന രീതിയിലേക്ക് നമ്മൾ അസിസ്റ്റന്റ് ഷെഡ്യൂൾ ചെയ്യും. അതായത് ആ കുട്ടി വന്നിട്ട് സാറിനുണ്ടാവില്ല സാർ എന്ന് പറഞ്ഞിട്ട് അവരുടെ ആവശ്യമായിട്ട് മാറണം. രക്ഷിതാവും മാറും, ഞാനും മാറും. അത് ഞങ്ങൾ ആദ്യമേ പ്ലാൻഡ് ആയ സ്ട്രാറ്റജി. അല്ലാണ്ട് പറഞ്ഞ പ്രശ്നമാണ്. ഇത് പിള്ളേർക്ക് കേൾക്കുമല്ലോ. ഉറപ്പായിട്ട് കേൾക്കൂലേ? അല്ല, അത് അനുസരിച്ച് ചില സ്കൂളുകൾ അവരുടെ റെപ്യൂട്ടേഷൻ നിലനിർത്താനായി അവന്മേൽ ആ ഒരു കുറ്റം പഴിചാരും. നീ ഇത് ചെയ്തു, പാരന്റ് ഇത് അക്സെപ്റ്റ് ചെയ്യും, നീ പൊക്കോ എന്ന് പറഞ്ഞ്. ഞാനത് ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല, ചെയ്യില്ല എന്ന് പറയാൻ കഴിയൂല. കാരണം ഇത് നാളെ ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞ രീതി ആദ്യം വന്നാൽ കുടുങ്ങിയില്ലേ, അത് കളവാണ്. ഇനിയുള്ള സാഹചര്യം എന്താണെന്നറിയാം, ഇതുവരെ ചെയ്തിട്ടില്ല. സാഹചര്യങ്ങൾ പരമാവധി ഇതിലുണ്ടോ എനിക്ക് അറിയില്ല കേട്ടോ. 10 വർഷം ഉണ്ടെങ്കിൽ ഓർമ്മയിലില്ല. പരമാവധി ഞാൻ ആ കുട്ടിയുടെ ഭാവി സേഫ് ആക്കാൻ എങ്ങനെയെങ്കിലും എന്ത് ചെയ്യും, സേഫ് ആക്കണമല്ലോ അല്ലേ? ആ ഉത്തരവാദിത്തമാണ്. അല്ല, അത് നേരത്തെ അൻസാർ പറഞ്ഞ പോലെ ഈ ഒരു കുട്ടി രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇവന്റെ കുടുംബമാണ് രക്ഷപ്പെടുന്നത്. ആ കുടുംബം രക്ഷപ്പെടുമ്പോൾ സമൂഹം രക്ഷപ്പെടുക അല്ലേ? അതിലൂടെ വരുമ്പോൾ നിങ്ങൾ അവനെ ഒഴിയാൻ പാടില്ല. പക്ഷെ അത് അവൻ അതിലേക്ക് എത്തിച്ച സാഹചര്യങ്ങൾ പഠിക്കണം നന്നായിരിക്കും. അതിൽ കൂടുതലും ഞാൻ പറയുക രക്ഷിതാക്കളെ തന്നെയാണ്. കാരണം ഒരു കുട്ടിക്ക് ഒരു ദുശീലം വരുമ്പോൾ അത് ഐഡന്റിഫൈ ചെയ്യാൻ രക്ഷിതാവിനെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ പിന്നെ ആരെ കൊണ്ടാ പറ്റുക? അൻസാർ ഇപ്പോൾ ചെയ്യുന്ന കോൺസെപ്റ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ്. നാളത്തെ സൊസൈറ്റിയെ വാർത്തെടുക്കുന്നു, അവരെ ഒരു സ്ഥലത്തേക്ക് കൊണ്ട് പോസ്റ്ററും ചെയ്യുന്നൊരു പരിപാടിയാണല്ലോ. അൻസാറിനെ ആരെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടോ? അൻസാറെ നീ കൊള്ളാട്ടറ, നീ ഇത് ചെയ്തതിൽ ഭയങ്കര സന്തോഷമുണ്ട് എന്നൊരു എക്സൈറ്റ്മെന്റ് കിട്ടിയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒരു എക്സ്പീരിയൻസിൽ പറയുന്നത് അതെന്താ വെച്ചാല്, ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ വന്ന് പഠിച്ചു, 2 ആൾ വന്ന് പഠിച്ചു, 3 ആൾ വന്ന് പഠിച്ചു, 4 ആൾ വന്ന് പഠിച്ചു, 5 ആൾ വന്ന് പഠിച്ചു. അത് മതിയാവൂലേ? തീർച്ചയായിട്ടും. നിങ്ങൾ ചോദ്യത്തിന് ആൻസർ ആയോ? അല്ലെങ്കിൽ അതൊരു വലിയൊരു അംഗീകാരമല്ലേ? ഒരാൾ പഠിച്ചോ, 2 ആൾ പഠിച്ചോ, 3 ആൾ പഠിച്ചോ, 5 ആൾ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന് അവിടെ പഠിക്കണ്ട പറഞ്ഞാലേ അതിന് വലിയ അംഗീകാരം നമുക്ക് എന്താ വേണ്ടേ? 5 തലമുറയല്ലേ വന്ന് പഠിച്ചേ. അത് സത്യമല്ലെങ്കിൽ വരുമോ? ഒരു വട്ടം പാളിയ 2ാമത്തിന് വരുമോ? അത് നമുക്ക് വാക്കുകൾ കൊണ്ട് വേണ്ട, അത് ഓൻ്റെ അടുത്ത് പോയാൽ മതി എന്ന് ഒരാൾ പറയുന്ന ഒരു അവസ്ഥ വന്നാൽ അത് മതി. ഞാൻ പബ്ലിസിറ്റിയിലൂടെ വന്ന ആളല്ല. ഞാനിപ്പോൾ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് കോവിഡിന് ശേഷം നമ്മളുടെ സ്ഥാപനങ്ങളും ശൈലികളും നമ്മുടെ പരസ്യത്തിന്റെ ശൈലിയൊക്കെ മാറിയത് കൊണ്ടാണ് ഒരു പക്ഷേ ഞാനിപ്പോൾ ഇവിടെ അതല്ലെങ്കിൽ വരൂല. കാരണം എന്താ വെച്ചാൽ രക്ഷിതാക്കളെ മൗത്ത് പബ്ലിസിറ്റി തന്നെയാണ്. അത് ഓരോ വീട്ടിലൊരാളെ പോലെ എന്നെ കാണാം, അല്ലാതെ എന്താ പറയാ ഒരു ഒഫീഷ്യൽ ടീച്ചറെ പോലെ അല്ല. അത് ആരോടും ചോദിക്കില്ല, അത് അവിടെ തന്നെയാണെന്ന് പറയും. ഇപ്പൊ അവിടെ പഠിക്കണമെങ്കിൽ ഞാൻ മനസ്സിലാക്കി 75% കുട്ടികളുടെയും കസിൻസോ ഏട്ടന്മാരോ അനിയന്മാരോ അനിയത്തിമാരോ ആയിരിക്കും അവിടെ പഠിക്കണ്ടാവും. ഇവരോടൊക്കെ എല്ലാം ഒരു 1-to-1 ഇന്ററാക്ഷൻസും പേഴ്സണലി അറ്റാച്ച്മെന്റ് അൻസാറിന് ഉണ്ടോ? പിന്നെ എന്റെ കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. കല്യാണത്തിന് ഞാൻ ഏകദേശം 2014 മുതൽ ഈ വർഷം വരെ കഴിഞ്ഞ വർഷം വരെ പഠിച്ച മുഴുവൻ ആളുകൾ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്. ഭയങ്കര എക്സൈറ്റ്മെന്റ്. 8,500 ആളുകൾ പങ്കെടുത്തൊരു കല്യാണമായിരുന്നു. അത് എൻ്റെ ഒരു ഫാമിലിയാണേ. ഞാനൊന്നും അല്ലാതെ നിൽക്കുന്ന സമയത്ത് ഈ തുടക്ക കാലഘട്ടം ഒരു ബിസിനസ്സിന്റെ വലിയൊരു ഇമ്പോർട്ടൻറ്റ് സമയമാണ്. ഈ തുടക്ക പരിമിതികൾ ഒരുപാടുണ്ടാവും. അപ്പോൾ ഒരാൾക്ക് കച്ചറ ഉണ്ടാക്കാൻ തോന്നിക്കഴിഞ്ഞാൽ സ്ഥാപനം പൊട്ടിക്കാൻ പെട്ടെന്ന് പറ്റും. എന്നെ ഉയർത്തിയത് അന്ന് രക്ഷിതാക്കളാണ്. ആ രക്ഷിതാക്കൾ പരിമിതികൾ ഉണ്ടാകുമ്പോൾ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കും. അതൊക്കെ നോർമലിയാണ്, അതൊക്കെ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി
അവിടെ നിർത്തി എനിക്കൊരു അവസരം തന്നത് കൊണ്ടാണ് സത്യം പറഞ്ഞ് ഞാൻ ഈ ചെയറിൽ ഇരിക്കുന്നത്. അപ്പോൾ അവരോടൊക്കെ ഒരു വലിയൊരു നന്ദിയുണ്ട്. നന്ദി വലുതല്ല, അതിനും വലുതുണ്ട്. നന്ദി എന്നൊക്കെ പറഞ്ഞ ഇതായി ഒഫീഷ്യലായി പോകും. കാരണം ഞാൻ എവിടെ ചെന്നാലും പറയും, എന്നെ ഡെവലപ്പ് ചെയ്യൽ ഏറ്റവും വലിയൊരു കാര്യം പാരൻസാണ്. ഞാൻ അവരോട് സത്യസന്ധത കാണിച്ചു, അവരെന്നോടും അത് കാണിച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ മക്കളും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ആരും തന്നെ സ്റ്റുഡൻസ് ആരും തന്നെ പഠിക്കുന്ന കാലത്ത് ഒരു പക്ഷേ അവർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷെ പഠിച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ല ഒരുപാട് മൊമെന്റ്സുകൾ വരുമ്പോൾ എല്ലാ സ്ഥാപനത്തിലേക്കും അടിക്കാൻ പോകണമെന്ന് പറയുമ്പോൾ ആർക്കും ഉണ്ടാവില്ല. അതെ, കഴിയുന്നൊരു പൊസിഷനിൽ എത്തുമ്പോഴാണ് ഓർക്കുക. ഇപ്പം അൻസാർ ഫോർ എക്സാമ്പിൾ ഒരു പോഡ്കാസ്റ്റ് കണ്ടിരിക്കുന്ന ഒരാൾ ഓർക്കുകയാണ്, എൻ്റെ മോന് നമ്മളെത്ര പറഞ്ഞിട്ടും അവൻ ശരിയാകുന്നില്ല, അവൻ അൻസാറിനെ പോലുള്ള ഒരു സ്ഥാപനത്തിലേക്ക് വിട്ടു കഴിഞ്ഞാൽ അൻസാറിനത് ശരിയാക്കാൻ പറ്റും. ഈ ഒരു പോഡ്കാസ്റ്റ് കാണുന്ന ഒരു പാരൻസിന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും അവർക്ക് അവരോട് അൻസാറിന് പറയേണ്ടാകുക? ഇതിൽ ഒരുപാട് കാര്യങ്ങൾ. ഒന്ന്, ഒരു കുട്ടിയുടെ 100% കാര്യം നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ അവിടുത്തെ സാഹചര്യങ്ങൾ സംവിധാനങ്ങളൊക്കെ മനസ്സിലാക്കുക. അതിൽ കുട്ടിക്ക് നിൽക്കാൻ കഴിയുമെന്ന് ഉറപ്പ് വരുത്തേണ്ട ഉത്തരവാദിത്വം രക്ഷിതാവിനാണ്. അവിടെ വന്ന് ആ സംവിധാനങ്ങളൊക്കെ കണ്ട് ഒന്ന് രക്ഷിതാവിന് ഈ സൗകര്യത്തിലൊക്കെ എൻ്റെ മോൻ നിൽക്കാൻ കഴിയില്ലെന്ന് അയാൾക്ക് തോന്നുന്നുണ്ട്, പിന്നെ വെറുതെ അവിടെ നിർത്തിയിട്ട് നിർബന്ധിക്കരുത്. എന്നിട്ട് അത് നിൽക്കാൻ കഴിയുന്ന ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ അടുത്തൊരു സംഗതി എന്താ വെച്ചാൽ നിർബന്ധിപ്പിച്ച് നിർത്തില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ട് നിൽക്കുക എന്നുള്ള രീതിയിലൊക്കെ അത് എന്ത് ചെയ്യണം, മാറ്റണം. കുട്ടിയെ പറഞ്ഞ് 100% ഒരിക്കലും കുട്ടി ഇഷ്ടപ്പെട്ട് നിന്നോളന്നില്ല. കാരണം എൻട്രൻസ് കോച്ചിങ് ആണ്, അത്യാവശ്യം ലെവലിൽ ക്ലാസ്സുകൾ ഉണ്ടാവും, ഒരു നല്ലൊരു എമൗണ്ട് ക്ലാസ്സുകൾ ഉണ്ടാവും. പിന്നെ നമ്മുടെ ടീച്ചേഴ്സൊക്കെ പുറത്തുനിന്ന് ഹവർ റേറ്റിന് വരുന്ന ടീച്ചേഴ്സാണ്. അപ്പം ഒരു കോച്ചിങ് ആംബിയൻസ് തന്നെയാണ് ഉണ്ടാവുക. അതിലൊരു നല്ലൊരു കെയറിങ്ങോട് കൂടിയുള്ള കോച്ചിങ് ആംബിയൻസ് എന്ന് ഞാൻ അതിനെ പറയുള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സംവിധാനമൊക്കെ ആ കുട്ടിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നൊരു ഉറപ്പ് ആ രക്ഷിതാവിനുണ്ടാവുക എന്നുള്ളത് തന്നെ അതിൽ വലിയൊരു കാര്യം. പിന്നത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ കുട്ടി എത്ര ലോ ഗ്രേഡ് ആണെങ്കിലും ഹൈ ഗ്രേഡ് ആണ് അത് നമ്മൾ പറയാൻ പാടില്ല. അത് ഇനി അങ്ങോട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാണോ, ഉറപ്പൊരു റിസൾട്ട് ഉണ്ടാവും. എന്താണ് ഹാർവസ്റ്റിന്റെ ഫ്യൂച്ചർ പ്ലാൻ? ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല അൻസാർ സ്വപ്നം കാണുന്ന ഹാർവസ്റ്റ് എങ്ങോട്ട് എത്തണമെന്നുള്ളത്. ഞാൻ സ്വപ്നം കാണാന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വർഷം ഒരു തറക്കല്ലിട്ടിരുന്നു. അതായത് ഒരു 4 ഏക്കർ സ്ഥലം നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു വലിയൊരു 4 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ ഒരു വലിയൊരു റെസിഡൻഷ്യൽ സ്കൂളാണ് എൻ്റെ താല്പര്യം. പിന്നെ അതുപോലെ തന്നെ താഴത്തെ ക്ലാസ് മുതൽ തന്നെ നല്ലൊരു ഡയറക്ഷൻ കൊടുത്തു കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. കാരണം സബ്ജക്ട് നോളജ് കൊടുത്താൽ മതി, അതല്ല കോച്ചിങ്ങോ മറ്റു കാര്യങ്ങളോ അല്ല. അവർക്ക് ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ള സിലബസ് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, കൊടുക്കുന്ന ഒരു സ്കൂളാക്കിയിട്ട് മാറ്റുക. പിന്നെ സ്കൂൾ സിസ്റ്റം ഒന്നും കൂടി കൃത്യതയോടുകൂടി കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കണം. കാരണം സ്കൂൾ സിസ്റ്റം ശരിയാണ്, അതിൻ്റെ മുകളിലേക്കുള്ള ഹയർ സ്റ്റഡീസൊക്കെ ഓട്ടോമാറ്റിക്കലി ശരിയായി വരും. പിന്നെ പണ്ടൊക്കെ 100 ആളുണ്ടെങ്കിൽ 10 ആൾ പഠിക്കും, ബാക്കി 90 ആൾ നോർമലി വർക്കിന് പോവുക ചെയ്യാം. ഇപ്പൊ 100 ആളുടെ 100 ആൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് കോമ്പറ്റീഷൻ ഉണ്ട്. ആ കോമ്പറ്റീഷൻ ഫേസ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ കുട്ടികളെ ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. കാരണം അവർ ഒരു നല്ലൊരു കോമ്പറ്റീഷനുള്ള ഫീൽഡിലാണ്, ലോകത്താണ് ജീവിക്കുന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയാം. അതല്ലാതെ അത് രക്ഷിതാക്കൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന പരിപാടി ഒഴിവാക്കുക. കുട്ടികൾക്കിടയിൽ പഠിത്തത്തിൽ കോമ്പറ്റീഷൻ നല്ലതാണെന്നാണ് അൻസാറിൻ്റെ കാഴ്ചപ്പാട്. അൻസാർ ഇപ്പോൾ ഇതിനെക്കുറിച്ച് വിശാലമായൊരു കാഴ്ചപ്പാടുള്ള ഒരാളാണ്, ഒരു സ്ഥാപനം റൺ ചെയ്യുന്ന ഒരാളാണ്. അൻസാറിൻ്റെ പേഴ്സ്പെക്റ്റീവ് ഇത് നല്ലതാണോ കുട്ടികൾക്കിടയിൽ വിദ്യാഭ്യാസത്തിലൊരു കോമ്പറ്റീഷൻ ഉണ്ടാകുന്നത്? ഇപ്പം നിങ്ങളൊക്കെ ഇപ്പം അനുഭവിക്കുന്ന ഈ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെ വന്നാ തിരിച്ചു ചോദിക്കാൻ കേട്ടോ. ഒരു കണ്ടുപിടുത്തത്തിന്റെ പിറകിലൂടെ തീർച്ചയായിട്ടും ആരൊക്കെയോ കണ്ടുപിടിച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്നു. അതാണ് അത് പണ്ട് സമയത്ത് ആ കണ്ടുപിടുത്തം മുന്നോട്ട് വരണമായിരുന്നെങ്കിൽ കുറെ സമയം എടുക്കുമായിരുന്നു. തീർച്ചയായിട്ടും. ഇപ്പൊ എന്തുകൊണ്ടാണ് ഫാസ്റ്റ് ആയത്? എന്തായിരിക്കും? ലോകം ഭയങ്കര ഫാസ്റ്റായി, മൊമെന്റുകൾ ഫാസ്റ്റായി, എല്ലാം അതിന് സൗകര്യങ്ങൾ. അതിന്റെ ബേസിക് എവിടെ പോയി? എഡ്യൂക്കേഷൻ. അപ്പൊ എഡ്യൂക്കേഷനിൽ ഒരു കോമ്പറ്റീഷൻ വരുത്താതിരുന്നില്ലെങ്കിൽ, നമ്മൾ പണ്ടത്തെ സമ്പ്രദായം വെച്ച് പോയിരുന്നെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂല. അപ്പൊ എഡ്യൂക്കേഷനിൽ കോമ്പറ്റീഷൻ വരുത്തുന്നിടത്തല്ല നമ്മൾ എതിർക്കേണ്ടത്, ആ കോമ്പറ്റീഷനിൽ മുന്നിലേക്ക് എത്താനുള്ള ഒരു പൊട്ടൻഷ്യലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതാണ് ഒരു വലിയൊരു കാര്യം. കാരണം അല്ലാതെ കോമ്പറ്റീഷൻ വരുത്താതെ ഒരിക്കലും നമ്മൾ പുതിയൊരു കാര്യത്തിലേക്ക് നമ്മൾ പോകൂല. അപ്പൊ അതിനെ തളർത്തുന്ന പരിപാടികൾ ഒരിക്കലും ശരിയുള്ള കാര്യം നല്ലതാണ്. കാരണം നല്ലതാണ്, അതിൽ നമ്മളെ കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് വരുത്താൻ. ഇനി ആ ഒരു കുട്ടിക്ക് ആ സെക്ഷനിൽ കോമ്പറ്റീഷൻ ശരിയായിട്ടില്ലെങ്കിൽ അടുത്തൊരു സെക്ഷൻ ആ കുട്ടിക്ക് അനുയോജ്യമായത് ഉറപ്പായിട്ടുണ്ടാവും. ചില കുട്ടിക്ക് ഇരുന്ന് പഠിക്കാനാണ് കഴിയുക, ചില കുട്ടിക്ക് അത് പ്രാക്ടിക്കലാക്കാൻ കഴിയും. അപ്പൊ ആ ഒരു കുട്ടി ഏതിനാണ് അനുയോജ്യം എന്ന് ചിന്തിക്കേണ്ടതും അതിനനുസരിച്ച് പഠിക്കേണ്ടത് രക്ഷിതാക്കളാണ്. ഈ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോഴാണ് സാറേ, ഞാൻ അതിൻ്റെ അകത്തൊരു വാക്കാടി ഹെൽത്തി കോമ്പറ്റീഷൻ അല്ലേ സാറിൻ്റെ ലൈഫിനെ നേരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഏർലി പാരൻസ് സെപ്പറേറ്റഡ് ആയി ഒരുപാട് സ്ട്രഗിളിലൂടെ അൻസാർ
കടന്നു വന്നു ഒരു സക്സസ്ഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു ഓൺട്രപ്രണറായിട്ട് മാറി. ഹൗ ഡു യു ഫീൽ? എന്ത് തോന്നുന്നു ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ നോക്കുമ്പോൾ? എന്ത് തോന്നുന്നു? ഞാൻ പറയാൻ എന്താ വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, ഞാൻ അന്ന് സ്ട്രഗിൾ ചെയ്തുകൊണ്ടാണ് എനിക്കിന്ന് ഇവിടെ ഇരിക്കാൻ പറ്റണത്. ആ സ്ട്രഗിളാണ് ഇവിടെ ഇരിക്കുന്നതാണ് സാർ വിശ്വസിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ, എനിക്ക് എന്ത് വന്നാലും തിരിച്ച് പഴയ കൊലത്തേക്കല്ലേ പോകാനുള്ളൂ. ഒന്നുമില്ലല്ലോ, നഷ്ടപ്പെടാൻ ഒന്നുമില്ല. നഷ്ടപ്പെടാൻ ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് പേടിക്കേണ്ട ആവശ്യമുള്ളൂ. 1 കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ബിസിനസ് വരുന്നതും അതിനു വേണ്ടി 1 രൂപ ഇൻവെസ്റ്റ് ചെയ്യാതെ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യണമെന്ന് നമ്മൾ വ്യത്യാസം അവിടെയാണ്. അതായത് നമ്മളൊരു വലിയൊരു ട്രാപ്പിൽ പോയി കണ്ട ആ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടുന്നേക്കാൾ നല്ലത് നമ്മൾ തന്നെ ട്രാപ്പ് ക്രിയേറ്റ് ചെയ്യണതാണ് ഏറ്റവും നല്ലത്. കാരണം എന്താ വെച്ചാൽ 1 കോടി കൊടുത്തിട്ട് പിന്നെ ആ കോടി ഉണ്ടാക്കിയിട്ട് വേണം അടുത്ത 1 രൂപ നമുക്ക് എന്ത് ചെയ്യാൻ, സമ്പാദിക്കാൻ. അത് വലിയൊരു മാനസികമായൊരു വലിയൊരു പ്രഷറാണ്. അതിനുവേണ്ടി ഒന്നുമില്ല, ഏത് ബ്രാൻഡും ഞാൻ മനസ്സിലാക്കി, ഏത് ബ്രാൻഡ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, ബിൽഡ് ചെയ്യാൻ പറ്റും. അതിന് പൈസ ഒരു ഫാക്ടർ അല്ല. അത് ഇപ്പോഴത്തെ കാലത്ത് തീരെ ഫാക്ടർ അല്ല. പണ്ടൊക്കെ പിന്നെയും പറ്റുമായിരുന്നു, പക്ഷെ ഇപ്പോൾ ഒരു ഫാക്ടർ അല്ല. നമുക്ക് ഏത് രീതിയിലും അത്രയും ടെക്നോളജി നമുക്ക് ചുറ്റുമുണ്ട്, അത്രയും സംവിധാനങ്ങളുണ്ട് നമുക്ക് ബിൽഡ് ചെയ്ത്. പക്ഷെ എന്നാൽ പോലും നമ്മൾ ചുറ്റുമുള്ള ആളുകളൊക്കെ എന്താ ചെയ്യുക, ഭയങ്കര ഹൈഫൈ ആയിട്ട് സെറ്റപ്പായിട്ട് സാധനങ്ങൾ ചെയ്യും. എൻ്റെ ഓഫീസ്, എൻ്റെ സംവിധാനം ഇപ്പോൾ വന്നാൽ കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. ഞാൻ അതിമൂലൊന്നും വല്ലാതെ എന്ത് ചെയ്യണില്ല, വല്ലാതെ ഇമ്പോർട്ടൻറ്റ്. ഞാൻ വാല്യൂ, നമ്മൾ പറഞ്ഞ എയിം എന്താ വെച്ചാൽ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ചെയ്ത് കൊടുത്താൽ നാളെ 100 ഉള്ളത് 1000 മാറും. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ ഇതിലെന്താ വെച്ചാൽ ഈ സംഗതിയാണ് ശ്രദ്ധിക്കേണ്ടുള്ളൂ. അപ്പം ചെറിയ പ്രായം തൊട്ട് ഇതുവരെ വന്ന ഒരു സംഗതിയിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തത് എൻ്റെ ആ ഒരു ഒന്നുമില്ലായ്മ വന്നത് കൊണ്ടുള്ള ഒരു ഫ്രീഡം ഉണ്ട്, ഒരു ഭയമില്ല. അത് ഭയങ്കരമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഒന്നുമില്ലെങ്കിൽ എനിക്ക് അവിടുത്തെ കട്ടിലും ബെഞ്ചും ഡെസ്കും തൂക്കിയിട്ടാലും എനിക്കിഞ്ഞുള്ള ജീവിതകാലം എന്ത് ചെയ്യാൻ പറ്റും, ജീവിക്കാൻ പറ്റും. ആ ഒരു ലെവലിൽ ചിന്തിച്ചാൽ ഒരു പ്രശ്നം വരാൻ പോണില്ല. അല്ല, ഞാനിതിനകത്ത് പലപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ സൊസൈറ്റി, ഞാനെപ്പോഴും എൻ്റെ വീട്ടിൽ എൻ്റെ വൈഫിനോട് പറയുന്ന കാര്യമുണ്ട് സാറേ, നമ്മൾ ഈ ഭൂമിയിൽ വാടകക്കാരാണ്. നമ്മൾ ഈ ഭൂമിയിൽ വാടകക്കാരായി നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് പോകേണ്ട ആൾക്കാരാണ്. അതുപോലെ പണ്ട് ആരൊക്കെയോ ഈ ഭൂമിയിൽ വന്ന് താമസിച്ചു, അവർ നമുക്ക് എന്തൊക്കെയോ സൗഭാഗ്യങ്ങൾ ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അതുപോലെയാണ് അൻസാർ ഇപ്പോൾ ചെയ്യുന്നത്. കാര്യം അൻസാറിൻ്റെ ജീവിതം ഉള്ള ലൈഫ് ടൈമിൽ ഒരു വലിയൊരു സമൂഹത്തെ വാർത്തെടുക്കാനുള്ള സംവിധാനത്തിലൂടെ, എക്സ്പെഷ്യലി കുട്ടികൾ, അടുത്ത ജനറേഷനാണ്, സിമ്പിളല്ലാതെ അവരെ നല്ല രീതിയിൽ എത്തിച്ചു. അൻസാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കുട്ടി പഠിച്ച് നന്നായാൽ ആ കുടുംബം രക്ഷപ്പെടുകയും ആ കുടുംബം രക്ഷപ്പെട്ട് സമൂഹം രക്ഷപ്പെടുകയും ചെയ്യുന്ന ഒരു വലിയൊരു ചെയിൻ്റെ ഭാഗമാക്കുകയാണ് കുറേ ആൾക്കാർ. അപ്പോൾ എന്തായാലും അൻസാറിനെ വളരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ അൽഹംദുലില്ലാ അൻസാറിനെ കാണാൻ പറ്റിയിട്ടും നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുമ്പോഴും എനിക്ക് നിർത്താന്ന് പറയാം, എനർജി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് പോയാൽ. അപ്പോൾ എന്തായാലും നമ്മുടെ പോഡ്കാസ്റ്റ് ഇനിയും വരണം. ഒരു ദിവസം ഞാൻ നിങ്ങളുടെ സ്ഥാപനത്തിൽ വിസിറ്റ് ചെയ്യും. ഡെഫിനറ്റ്ലി മലപ്പുറത്ത് വരുമ്പോൾ എന്തായാലും വരണം. ഡെഫിനറ്റ്ലി ഞാൻ വരും. കൊണ്ടോട്ടി ആണ് നമ്മളെ സ്ഥാപനം, കാലിക്കറ്റ് എയർപോർട്ടിന്റെ അടുത്തായിട്ട് വരും. ഒരു ചെരുപ്പടിമല എന്ന് പറയും, മിനി ഊട്ടി എന്നൊക്കെ പറയും, അവിടെയാണ് നമ്മളെ സ്ഥാപനം ഉള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ വിസിറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും ഞാൻ വരാം. അൻസാറിനെ പരിചയപ്പെടാൻ പറ്റില്ല, അൽഹംദുലില്ലാ വളരെ സന്തോഷം. കാര്യം ഇത്ര ഒരു വിഷണറിയുള്ള പേഴ്സൺ. ഒരു പ്ലാൻഡ് ആയിട്ട് പറഞ്ഞ സംസാരമല്ലേ, അല്ലല്ലോ, നമുക്ക് കാഷ്വലി ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു. അല്ല, എനിക്ക് എന്നെ എക്സൈറ്റ് ചെന്നറിയാൻ സാറേ, എന്നെ എക്സൈറ്റ് ഒരുപാട് ഈ പോഡ്കാസ്റ്റ് ഫുള്ള് കാണുന്ന ആൾക്കാർക്ക് ഇത് മനസ്സിലാവും. ഭയമില്ല, നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല അല്ലേ? അത് ആ ഒരു ഇതാണ് അൻസാറിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം എന്ന് ശ്രമിച്ചാൽ നടക്കും. താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം. താങ്ക് യു.